കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി സൈബറിടത്തിൽ സാധാരണ ഏറ്റവും കൂടുതൽ ആക്രമിക്കേണ്ടത് ഈ പറയുന്ന തോറ്റുപോയ അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം അതിനുള്ള മുഴുവൻ അവസരവും കിട്ടിയത് അല്ലെങ്കിൽ അതിനുള്ള അവകാശം ഒരുതരം ഭീകരമായ ഉന്മാദാവസ്ഥയോടെ കൊടുത്തത് മുഴുവൻ കെ സി വേണുഗോപാൽ എന്ന നേതാവിനായിരുന്നു. ഇപ്പോൾ കെ സി വേണുഗോപാൽ ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയല്ല, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമല്ല, അങ്ങനെയൊന്നുമല്ലാതെ തന്നെ അദ്ദേഹം തുടരുന്ന AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന പദവിയിൽ തുടരുകയാണ്. ഏതായാലും ഈ മുഖ്യമന്ത്രിയെ പ്രസ്താവിക്കുന്ന വേളയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആർക്കും ഒന്നും സാമൂഹ്യ മാധ്യമത്തിൽ കെ സി വേണുഗോപാലിനെ കുറിച്ച് പറയാനേ ആകില്ലായിരുന്നു. ചിലരൊക്കെ ചോദിച്ചു, നിങ്ങൾ നിഷ്പക്ഷ നിലപാടിൽ നിങ്ങൾക്ക് നട്ടലുണ്ടോയെന്നൊക്കെ. യഥാർത്ഥത്തിൽ 10-25 വർഷക്കാലമായി അടുത്തു നിന്ന് കണ്ട ഒരു കരുത്തും ആത്മാർത്ഥതയും പ്രകടനപരതയോ അഭിനയവുമില്ലാത്ത ഒരു നേതാവിനെ, ഒരു മനുഷ്യനെ, ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ അങ്ങനെ വേറിട്ട് നിന്ന് ചീത്ത പറയുന്നത് അപ്പോഴപ്പോൾ അധികാര സ്ഥാനത്തിൻ്റെ സമവാക്യങ്ങൾ തേടിപ്പിടിക്കുന്ന മനുഷ്യർക്കാവും കൂടുതൽ ചേരുക. അതുകൊണ്ടാണ് കെ സി വേണുഗോപാലിനെക്കുറിച്ചോ VD സതീശനെക്കുറിച്ചോ രമേശ് ചെന്നിത്തലയെക്കുറിച്ചോ ഒന്നും മോശമായോ അമിതമായി പുകഴ്ത്തിയോ ആവേശത്തിൻ്റെ ആരവത്തോടൊപ്പം കൂടാതിരുന്നത്. എന്ന് മാത്രമല്ല, ആവേശത്തിൻ്റെ ആരവത്തിന് പലപ്പോഴും ആയുസ്സുണ്ടാവില്ല. ആ ആരവം ഇങ്ങനെ ഉയർന്നു വന്ന് അങ്ങ് താഴ്ന്നു പോകും. ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ഏറ്റവും പരീക്ഷിക്കപ്പെട്ട നാളുകൾ കഴിഞ്ഞ കുറേ നാളുകളാണ്. അത് കോൺഗ്രസിനെ മാത്രമല്ല, ഒരുപാട് പ്രസ്ഥാനങ്ങളെ പരീക്ഷിക്കപ്പെട്ടെങ്കിലും കോൺഗ്രസിനെ പോലെ അധികാരത്തിലിരുന്ന് ഒരുപാട് ആളുകൾ അമിതമായി സമ്പാദിച്ചും ആ സ്ഥാനങ്ങളിൽ സുഖിച്ചും രമിച്ചും ഒക്കെ നടന്നിരുന്നൊരു കാലഘട്ടത്തിന് ശേഷമാണ് കോൺഗ്രസിന് അത്തരമൊരു പരീക്ഷണം വന്നത്. ബാക്കിയുള്ള പാർട്ടികളൊക്കെയും പിളർക്കപ്പെട്ടിട്ടുണ്ട്. ശിവസേന പിളർക്കപ്പെട്ടിട്ടുണ്ട്, ജനതാദൾ തുടരെ പിളർന്നിട്ടുണ്ട്, ആം ആദ്മി പാർട്ടി പിളർന്ന് 2 കഷണമായിട്ടുണ്ട്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലും പിളർപ്പ് അനിവാര്യമാണ്. AIDMK പിളർന്നിട്ടുണ്ട്, എല്ലാ പാർട്ടികളും പിളർന്നിട്ടുണ്ട്. ഈ പിളർപ്പ് മുഴുവൻ വളർത്തിയത് കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലമായി BJP ആണ്. എന്നാൽ കോൺഗ്രസ്സിൽ എന്തുണ്ടാകുമ്പോഴും, എന്ത് തളർച്ചയും തകർച്ചയും ഉണ്ടാകുമ്പോഴും ആവർത്തിച്ച് തെറി വിളിക്കുന്നത് മുഴുവൻ ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെയാണ്. അദ്ദേഹമാകട്ടെ വലിയ സർവ്വസൈന്യത്തോടു കൂടിയ എന്തെങ്കിലും സംവിധാനങ്ങളൊന്നുമില്ലാതെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് എൻ്റെ സുഹൃത്തിനോട് ചിരിക്കുകയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാതെ വലിയ മൂത്താശാരിയെപ്പോലെ ഇരുന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുക എന്ന് പറയുന്ന പണിയാണ് പുള്ളി തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. പെട്ടുതൂക്കികൾ നിറഞ്ഞു നിന്നിരുന്ന കാലമൊക്കെ കഴിഞ്ഞ് ആരും ഇല്ലാതെ വിശ്വസ്തതയ്ക്ക് ആളുണ്ടോ, BJPയിൽ പോകാത്ത ആളുണ്ടോ, ആത്മാർത്ഥതയോടെ കൂടെ നിൽക്കുന്ന ആളുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഭാഷയോ തന്ത്രങ്ങളോ അല്ലെങ്കിൽ വേലയോ മർമ്മമോ ഒക്കെ പരിഗണിക്കുന്നതിനേക്കാൾ ആ ആത്മാർത്ഥതയും വിശ്വസ്തതയും പരിഗണിച്ച് കെ സി വേണുഗോപാൽ എന്ന മലയാളിയെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാക്കി മാറ്റിയത്. അന്ന് മുതൽ യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ 2-3 ഏജൻസികളെ വെച്ച് താൻ പോകുന്ന യാത്രകളും വഴികളുമൊക്കെ റെക്കോർഡ് ചെയ്ത് ആഘോഷിക്കുകയും ആസ്വദിക്കുകയും ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അതിന് തയ്യാറല്ലാത്ത മനസ്സാണ് അവസാന മണിക്കൂറിൽ വരെ അദ്ദേഹത്തിനുള്ളത് എന്ന് അടുത്തറിയുന്നവർക്കാണ് അറിയാവുന്നത്. ചിലർക്ക് അദ്ദേഹം വലിയ തലക്കനമുള്ള ആളോ അഹങ്കാരിയായോ ഒക്കെ തോന്നാറുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ കെ സി വേണുഗോപാൽ ഈ പറഞ്ഞ ദുരൂഹതകളില്ലാത്ത, നാഢ്യങ്ങളില്ലാത്ത, ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് സംഗതികളില്ലാത്ത, അകവും പുറവും ഒരുപോലെ തന്നെ ഒന്നായി കാണുന്ന, ദേഷിക്കുന്നവരോട് ദേഷിക്കുകയും സ്നേഹിക്കുന്നവരോട് സ്നേഹിക്കുകയും അതുപോലെ തന്നെ പ്രവർത്തകരോടൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ തികഞ്ഞ ആത്മാർത്ഥത കാണിക്കുന്ന ഒരു നേതാവാണ് കെ സി വേണുഗോപാൽ. അതുകൊണ്ടാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയെപ്പോലൊരു മനുഷ്യനോടൊപ്പം കൂടി ഉറുമ്പ് അരിമണികൾ ചേർത്ത് വെക്കുന്നത് പോലെ കോർത്തു വെച്ച് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യാത്രകളിലൊന്നായ ഭാരത് ജോഡോ യാത്രയോടൊപ്പം സഞ്ചരിക്കുകയും അതിനിടയിൽ തന്നെ രോഗാതുരനായി അതിൻ്റെ ചികിത്സ നേടി ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വീണ്ടും ഓടിപ്പോയ ഒരാളിൻ്റെ പേരാണ് കെ സി വേണുഗോപാൽ. ആ കെ സി വേണുഗോപാലിനെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹത്തെയും ഭാര്യയെയും കുടുംബത്തെയും യാതൊരു ആത്മാർത്ഥതയും ഇല്ലാത്ത ഉന്മാദാവസ്ഥയിലുള്ള കുറേ പേരുധാരികൾ, കുറേ എല്ലാവരുടെയും കൂട്ടത്തിൽ കൂടുതൽ പേരും ഹലാലായ പേരുധാരികളാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങട് തെറി വിളിച്ച് അങ്ങ് കൂട്ടുകയാണ്. ഇവിടെ ശാശ്വതമായ അല്ലെങ്കിൽ സ്ഥായിയായ ഒരു കണക്കെടുപ്പോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്മുറ തേടലോ ഒന്നുമില്ല. ഇതേ കെ സി വേണുഗോപാലാണ് അഹമ്മദ് എന്ന രാഷ്ട്രീയക്കാരൻ ആശുപത്രിയിൽ മരിച്ചു വീണ സന്ദർഭത്തിൽ കാണിച്ച അനീതിക്കെതിരെ പൊട്ടിത്തെറിച്ച് പാർലമെൻറ്റിനകത്തും പുറത്തും പത്രസമ്മേളനം നടത്തിയത്. 2016-17 ആണ്.
ആ പത്രസമ്മേളനത്തിൻ്റെ ക്ലിപ്പുകൾ എൻ്റെ കയ്യിലുണ്ട്, അതൊന്ന് കേൾക്കാം. അങ്ങനെ നമുക്ക് 44 വർഷക്കാലത്തെ പാർലമെന്ററി എക്സ്പീരിയൻസ് ഉള്ള ഏറ്റവും സീനിയർ മോസ്റ്റ് ആയ ഒരു പാർലമെന്റേറിയൻ, 10 വർഷക്കാലം കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഒരാൾ, അതുപോലെ കേരള മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ അവസാന മണിക്കൂറുകളിൽ അദ്ദേഹത്തോട് കാണിച്ചിരിക്കുന്ന ഈ ഏറ്റവും വലിയ അനാദരവ് ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ പാർലമെന്റ് പിന്നെ വേറെ ഏത് വിഷയം ചർച്ച ചെയ്യും? അവസാന ബന്ധുക്കൾക്ക് മുസ്ലിം മതവിശ്വാസം അനുസരിച്ച് പരിശുദ്ധമായിട്ടുള്ള സംസം വെള്ളവും അതുപോലെ ഹോളി ഖുർആൻ വായിക്കണമെന്നുള്ള താല്പര്യം അവർ അറിയിച്ചു ഡോക്ടർമാരെ. അതുപോലും അനുവദിച്ചില്ല. ഈ വിഷയം അടിയന്തര പ്രമേയമായി ഞങ്ങൾ ഉന്നയിച്ചു, നോട്ടീസ് കൊടുത്തു, രാവിലെ തന്നെ നോട്ടീസ് കൊടുത്തു. അത് ഞാൻ കൊടുത്തു, ശ്രീ പ്രേമൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ശ്രീ ആൻഡോ കൊടുത്തിട്ടുണ്ടായിരുന്നു, ശ്രീ പി കരുണാകരൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ മറ്റ് പല എം പിമാരും കൊടുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഞാൻ ഈ ഗവൺമെന്റ് സ്വഭാവം അറിയുന്നതുകൊണ്ട് ഒരു സീറോ ഓവറും ഇത് സംബന്ധിച്ചിട്ടിരുന്നു. അപ്പോൾ സീറോ ഓവർ അനുസരിച്ച് നറുക്കെടുപ്പിൽ 1ാം സ്ഥാനത്ത് കിട്ടിയ സീറോ ഓവർ ഇതായിരുന്നു, ഈ വിഷയമായിരുന്നു. ഫസ്റ്റ് സീറോ ഓവർ ഇന്നത്തത് ഈ വിഷയമായിരുന്നു എൻ്റെ പേരിൽ. അപ്പോൾ 11 മണിക്ക് ഞങ്ങൾ സ്വാഭാവികം 10:45 തന്നെ സ്പീക്കറെ പോയി കണ്ടു. ഞാനും ജ്യോതിരാജ് സിന്ധ്യയും പോയിട്ട് ഞങ്ങൾക്ക് ഇത് അനുവദിക്കണം, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇന്നലെ ഫ്യൂണറിൽ പങ്കെടുത്തതാണ്. ഇവർക്ക് എല്ലാ അനുഭവം ഉണ്ട്, ഇവരുടെ അനുഭവം അവർ പറയും. അഹമ്മദ് സാഹിബിൻ്റെ പുഞ്ചിരിച്ച മുഖം മാത്രമാണ് നമ്മുടെ എല്ലാം മുന്നിലുള്ളത്. ആ മുഖം കാണാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പോയത്. പക്ഷെ അവിടെ അങ്ങനെ ഒരു മുഖം കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഭാഗ്യവശാൽ. ആ ബോഡി ഡീകമ്പോസ്ഡ് ആയിരുന്നു. വളരെ വളരെ സങ്കടമുള്ള കാര്യമല്ലേ? അങ്ങനെ ഒരു മുഖം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് കൊടുത്ത് ക്രമപ്രകാരം സീറോ ഓവർ ഫസ്റ്റായി അനുവദിക്കപ്പെടുകയും ചെയ്തു. ഞങ്ങളിത് സ്പീക്കറോട് നേരിട്ട് കണ്ട് അഭ്യർത്ഥിച്ചു. അവർ പറഞ്ഞു 12 മണിക്ക് തരാം. ഞങ്ങൾ ആവശ്യപ്പെട്ടു 11 മണിക്ക്. സ്പീക്കറിനായാലും രമേന്ദ്രൻ ഉണ്ടായിരുന്നു അവിടെ. 11 മണിക്ക് ഞങ്ങൾക്ക് അവതരിപ്പിക്കണം. പക്ഷേ ഗവൺമെന്റിന്റെ ഏറ്റവും ശക്തമായ സമ്മർദ്ദം അവരിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതിന് ശ്രദ്ധേയമായ തെളിവുകൾ നമുക്ക് അവിടെ കിട്ടിയിരുന്നു. അപ്പോൾ തന്നെ ഗവൺമെന്റ് ഈ വിഷയം ചർച്ച ചെയ്യാൻ 1 മിനിറ്റ് പോലും താല്പര്യമില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നത്. പക്ഷേ ഞങ്ങൾ 11 മണിക്ക് പ്രസ് ചെയ്തു, തന്നില്ല. അവർ അഡ്ജോൺ ചെയ്തു. 12 മണിക്ക് വീണ്ടും കൂടുമ്പോൾ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കാത്തിരുന്നു. മറ്റ് ബിസിനസ്സുകൾ ഞങ്ങൾ അനുവദിച്ചു, സഭയുടെ ബിസിനസ് നടത്താൻ അനുവദിച്ചു. സീറോ ഓവർ വന്നപ്പോൾ അവർ ഞങ്ങളെ വിളിക്കുന്നതിന് പകരം അഡ്ജോൺമെന്റ് മോഷൻ മൂവ് ചെയ്ത ആളെന്നതിലും ഫസ്റ്റ് സീറോ ഓവറിൽ എന്നെ വിളിക്കാമെന്ന് ധാരണ ഉണ്ടായിരുന്നു. സ്പീക്കർ നേരിട്ട് ജ്യോതിരാജ് സിന്ധ്യ അറിയിച്ചു, എന്നെ ആദ്യം വിളിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എന്നെ വിളിക്കുന്നതിന് പകരം സൗഗത റായിയെ, EMCയുടെ സൗഗത റായിയെ, സുദീപ് ബന്ദോപാധ്യായുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം, അതും ഗവൺമെന്റിന് സൗകര്യമുള്ള വിഷയമൊന്നുമല്ല, ഇഷ്ടമുള്ള വിഷയമൊന്നുമല്ല. പക്ഷേ ആ വിഷയം അവതരിപ്പിക്കാൻ സുദീപ് ദായെ വിളിക്കുകയായിരുന്നു ചെയ്തത്. പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട്, കരാറുണ്ടാക്കലിനും വ്യത്യസ്തമായിട്ട് സുദീപ് ബന്ദോപാധ്യായെ വിളിക്കുകയായിരുന്നു അവർ ചെയ്തത്. അപ്പോൾ വളരെ ക്ലിയറാണ് ഗവൺമെന്റിന്റെ മൂഡ്. ഈ വിഷയം ഒന്ന് പരാമർശിക്കാൻ പോലും അവർക്ക് താല്പര്യമില്ല. ആ മനുഷ്യനെയാണ് ഇതുപോലെയൊക്കെ ചെയ്തത്. ഏതായാലും അദ്ദേഹം ഒരു ഭാഗ്യവാനാണ് എന്നതാണ് എൻ്റെ ഒരു ചിന്ത. കാരണം ഈ സന്ദർഭത്തിൽ അദ്ദേഹം എങ്ങാനുമായിരുന്നു ഇവിടെ ലാൻഡ് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞത് കൂടാതെ മുഴുവൻ ആളുകളും, അതിലൊരു വേദന എന്തായിരിക്കും എന്നറിയോ പുള്ളിക്ക് കൂടുതൽ തോന്നുക, രാഷ്ട്രീയ എതിരാളികളല്ല ആക്രമിക്കുന്നത് എന്നുള്ളതാണ്. സ്വന്തം പാർട്ടിയിലും സ്വന്തം മുന്നണിയിലും പെട്ട ആളുകളാണ് ആക്രമിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം മോചിതനായി, സ്വതന്ത്രനായി, അദ്ദേഹത്തിന് സന്തോഷപൂർവ്വം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യാം. അതിൻ്റെ മാറ്റം ഫേസ്ബുക്കിലും കാണാനുണ്ട്. അദ്ദേഹം അവസാനം നടത്തിയ പത്രസമ്മേളനത്തിന് താഴെ നേതാവേ നേതാവേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ കേൾക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരും അറിയേണ്ടത് ഇതൊരാൾക്ക് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും ബാധകമായ കാര്യമാണ്. ഇതുപോലെ തന്നെ ആരവങ്ങൾ നിറഞ്ഞ തെറിവിളിയോടെ ആഘോഷിക്കുന്ന ഉന്മാദികളെ സൃഷ്ടിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങളെന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. അതുകൊണ്ട് KCAയോ രമേശ് ചെന്നിത്തലയെ പോലെ ഒരാളിനെയോ, ഞാൻ രമേശിനെ കുറിച്ച് പ്രത്യേകം പറയാത്തതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ രമേശിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മമാരുടെ പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ താഴെയിലെ തെറിവിളിയെക്കുറിച്ചാണ് എഴുതിയത്. ഏതായാലും അങ്ങനെ വരട്ടെ. ഈ പറഞ്ഞ ആശംസകൾ അദ്ദേഹത്തിനും. തുടരുക പൊതുപ്രവർത്തനം. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം ശരീരത്ത് ഒരു ത്രിവർണ്ണ പതാക പുതയ്ക്കുന്നൊരു അവസാന യാത്ര മോഹിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായി അദ്ദേഹവും അങ്ങനെ പൊതുരംഗത്ത് നിൽക്കട്ടെ.